വിജയൻ നമ്മോടൊപ്പം ഇപ്പോൾ ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ വിജയൻ, താങ്കൾക്ക് ഇതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അവിടെ നിരപ്പായി കടന്നിരുന്ന ഒരു സ്ഥലമാണ്, വീട് പാസ്സായതാണ് അവർക്ക്, താങ്കളെയാണ് ആ കരാർ ഏൽപ്പിച്ചിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ വീട് നിർമ്മിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ആ ഭൂമി മാറിയിരിക്കുന്നത്. എങ്ങനെയാണ് അത് സംഭവിച്ചത്? മാഡം, പിന്നെ അവര് നമുക്ക് എല്ലാവരും ഈ മണ്ണെടുക്കാനും പിന്നെ കല്ല് മാറ്റാനും പവർ ഓഫ് അറ്റോർണി മുക്തിയാർ എഴുതി തന്നു. ആ മുക്തിയാർ എഴുതി തന്ന അനുസരിച്ച് നമ്മൾ കല്ലും മാറ്റി മണ്ണും മാറ്റി. കല്ലും മണ്ണും മാറ്റുക എന്ന് പറയുന്നത് വീട് നിർമ്മിക്കാൻ വേണ്ടിയല്ലേ അവിടെ കല്ലും മണ്ണും മാറ്റേണ്ടത്? അത്ര തൊട്ടപ്പുറത്തുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ സാർ. ഇത്രയധികം കോറി പോലെ സ്ഫോടനമൊക്കെ നടത്തി ഇത്ര വലിയ പാറക്കല്ലുകൾ എടുക്കേണ്ടുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നോ? ഇല്ല, കോറിയൊന്നും പാറക്കല്ല് ലെവലല്ലായിരുന്നു, അത് പാറയായിരുന്നു. പാറ നമ്മൾ ഇത് വെച്ച് ഈ ജാക്ക് ക്യാമറ വെച്ച് പൊട്ടിച്ചാണ് എടുത്തത്. ജാക്ക് ക്യാമറ വെച്ച് പൊട്ടിച്ചാണ്, നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല. എന്തിനാണ് ഇത്രയധികം മണ്ണ് അവിടെ നിന്ന് മാറ്റിയത്? അവിടുന്ന് മണ്ണ് വലുതായിട്ട് മാറ്റിയിട്ടില്ല. അവിടെ നമ്മൾ പറഞ്ഞ കരാർ അനുസരിച്ചുള്ള മണ്ണേ മാറ്റിയിട്ടുള്ളൂ. 121 ലോഡ് മണ്ണ് അവിടെ നിന്ന് കടത്തിയിട്ടില്ലേ? 85 ലോഡ് പാറക്കല്ലുകൾ അവിടെ നിന്ന് കടത്തിയിട്ടില്ലേ? വിൽപ്പന നടത്തിയിട്ടില്ലേ? ഒരു ലോഡ് അവിടുന്ന് ബാസ് തന്നിട്ടുള്ള ഒരു ലോഡ് 9 ബാസ് തന്നിട്ടുണ്ട്. ആ 9 ബാസേ മാറ്റിയിട്ടുള്ളൂ. വേറെ അത് ചുമ്മാ വെറുതെ പറയാനാണ്. ഒരു നിമിഷം. അവിടെ വീട് നിർമ്മാണത്തിന് നിങ്ങൾക്ക് ചുമതല ഏൽപ്പിച്ചു എന്ന് പറയുന്ന അവർ വീട്ടമ്മ നമ്മോടൊപ്പം ഉണ്ട്. ശ്രീമതി അനുജ, ഇത് വിജയൻ എന്ന കരാറുകാരൻ, ഇവർക്കാണോ നിങ്ങൾ ഈ കരാറ് കൊടുത്തത്? അദ്ദേഹം പറയുന്നത് നിങ്ങൾ അതിലൊരു ഈ കല്ലും മണ്ണും ഉൾപ്പെടെ നീക്കുന്നതിന് വേണ്ടി കരാർ കൊടുത്തിരുന്നു എന്നതാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നതിൽ എത്രത്തോളം വാസ്തവമുണ്ട്? നമുക്ക് അവരിലേക്ക് എത്തണം. ശ്രീ വിജയൻ, ഞാൻ അവരെ കണക്ട് ചെയ്തു തരാം. അവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കൂടി താങ്കൾ കേൾക്കണം. കാരണം ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. അവിടെ വീട് പണി തുടങ്ങാത്തത് കൊണ്ട് പണം തിരിച്ചടയ്ക്കാൻ വേണ്ടി നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഈ മനുജ എന്ന് പറയുന്ന സ്ത്രീ അവിടെ പൈസ വാങ്ങിച്ചിട്ട് വീട് വെച്ചില്ല. അവിടെ വീട് വെക്കാനുള്ള അവർ കരാറ് തന്നിരുന്നത് വീട് വെക്കാനല്ലേ? നമുക്ക് വീട് വെക്കാനല്ല, നമുക്ക് മണ്ണെടുത്ത് മാറ്റാനുള്ള കരാറ് നമ്മൾ മണ്ണെടുത്ത് നിരപ്പായ സ്ഥലമാക്കണം, വീട് വെക്കാവുന്ന തരത്തിലുള്ള സ്ഥലമാക്കി മാറ്റണം, അതായിരുന്നില്ലേ? അവരൊക്കെ വീട് വെക്കാനുള്ള നിരപ്പാക്കി അവരെ മനുജ എന്ന് പറഞ്ഞ ഭാഗം. ഹലോ, പറയുന്ന കേൾക്കണം. നമ്മൾ മനുജയുടെ പ്ലോട്ട് 4 സെന്റ് സ്ഥലം 3 സെന്റ് സ്ഥലം പ്ലോട്ടാക്കി ഇട്ടിരിക്കുകയാണ്. അവർക്ക് വീട് വെച്ചാൽ മതി. താങ്കൾ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നുണ്ടോ എന്ന് അറിയില്ല. താങ്കൾ ഇപ്പോൾ എപ്പോഴെങ്കിലും ആ ഭാഗത്തുകൂടെ പോയിരുന്നോ? വീട് വെക്കാൻ തക്ക വിധമുള്ള ഒരു സ്ഥലമായി അത് മാറിയിട്ടുണ്ടോ? അതിവിടെ കല്ലും മണ്ണുമായി അവർക്കുള്ള പ്ലോട്ട് അവർക്ക് ലെവലാക്കിയിട്ടുണ്ട്, ബാക്കിയുള്ളത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവർ സമ്മതിക്കാത്തത്. അത് വൃത്തിയാക്കിയതുപോലെ അല്ലല്ലോ സാർ തോന്നുന്നത് നമുക്ക്. നിങ്ങൾ അവിടെ നിന്ന് ഇത്രയധികം പാറക്കല്ലുകൾ കടത്തി. ഒരു നിമിഷം വിജയ്, നമ്മൾ തർക്കിച്ചിട്ട് കാര്യമില്ലല്ലോ. മനുജയുണ്ട് നമ്മോടൊപ്പം. മനുജ, ഇതാണ് അദ്ദേഹത്തിന്റെ വാദം, വിജയന്റെ വാദം താങ്കൾ കേൾക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ ഭൂമി നിരപ്പാക്കി വീട് നിർമ്മിക്കാവുന്ന തരത്തിലേക്ക് മാറ്റി തന്നിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. നേരിട്ട് സംസാരിക്കൂ, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഹലോ, എനിക്ക് മുക്തിയാർ എന്താന്ന് പറയുന്നത് എനിക്ക് അറിയില്ലായിരുന്നു. ഹലോ, മുക്തിയാർ നിങ്ങൾ സബ് രജിസ്റ്റർ ഓഫീസിൽ നിന്ന് രജിസ്റ്റർ ചെയ്യുന്ന മുക്തിയാറാണ്, അല്ല നമ്മൾ കള്ളത്തിൽ എഴുതി മാറ്റിയ മുക്തിയാറല്ല. സബ് രജിസ്ട്രാർ മുക്തിയാർ എഴുതി തന്ന് ആ മുക്തിയാർ അനുസരിച്ച് നിങ്ങളെ മണ്ണ് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ വീട് വെക്കാനുള്ള എല്ലാ സെറ്റപ്പും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മനഃപൂർവ്വം വീട് വെക്കാത്തതാണ്. വീട് വെക്കാത്തതിനെ നമ്മളെ പഴിയാക്കി എന്നെ പഴിയാക്കിയിട്ട് കാര്യമില്ല. ഒരു നിമിഷം വിജയൻ, വീട് വെക്കാവുന്ന തരത്തിലല്ല ഞങ്ങൾ ആ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ പ്രതിനിധികൾ TV പ്രസാദും റോഷിപാല് റഹീസ് റഷീദും അവിടെ നിന്ന് തത്സമയം ദൃശ്യങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ്. വീട് വെക്കാവുന്ന നിലയിലല്ല അവിടെയുള്ള ഭൂമിയുള്ളത്. അത് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ആർക്കും മനസ്സിലാവും സാർ. അത് ബാക്കിയുള്ള മണ്ണ് കല്ല് അവിടെ നിന്ന് മാറ്റിയിട്ട് നിരപ്പാക്കി കൊടുക്കാൻ വേണ്ടി സമ്മതിച്ചില്ല. എവരാണ് സമ്മതിക്കാത്തത്? ഇപ്പൊ ഏതാനും സെക്കൻഡ് മുൻപല്ലേ താങ്കൾ പറഞ്ഞത് മനുജയുടെ ഭൂമി വീട് വെക്കാവുന്ന തരത്തിലേക്ക് മാറ്റി? മനുജയുടെ പ്ലോട്ട് വൃത്തിയാക്കിയിട്ടില്ല, അവിടെ വീട് വെക്കാൻ പരിവുണ്ട്. മനുജ, താങ്കളുടെ പ്ലോട്ട് ഇപ്പോൾ വീട് വെക്കാവുന്ന തരത്തിലാണോ മനുജ ഉള്ളത്? ഒരു നിമിഷം വിജയ്, ഞാൻ മനുജയോട് ചോദിക്കട്ടെ. അല്ല, 15 അടി താഴ്ചയില്. ഹലോ, 15 അടി താഴ്ച അതിനകത്ത് എന്റെ ഭൂമി കുഴിച്ച് മണ്ണ് മനുജ പറയൂ.
15 അടി താഴ്ചയിൽ എൻ്റെ ഭൂമി കുഴിച്ച് മണ്ണെടുത്തു കൊണ്ടുപോയി. ഞാൻ അതിനെതിരെ പഞ്ചായത്തിൽ പരാതി കൊടുത്തപ്പോൾ ഇയാൾ മണ്ണ് വരിച്ച് വെറുതെ മൂടിയിട്ടിക്കുക. മേളിൽ നിന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ ഈ സ്ഥലത്ത് ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ ഒരു മഴ പെയ്താൽ എല്ലാം കൂടി ഇടിഞ്ഞ് താഴത്തേക്ക് വരും. ഈ വയനാട് ദുരന്തം പോലെ ഒരു ദുരന്തമായിരിക്കും ഇവിടെ ഉണ്ടാവുന്നത്. ഇയാൾ അമ്മാതിരിയാണ് ഈ ഫ്ലോട്ട് ഫുള്ള് കുഴിച്ച് കല്ലും മണ്ണും എല്ലാം കൊണ്ടുവരിക്കുന്നത്. ഇയാൾ പറയുന്ന കരാർ എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. മുക്തിയാർ എന്ന് പറഞ്ഞിട്ട് ആ മുക്തിയാർ എന്താന്ന് എനിക്ക് ഫ്രണ്ട് പേജ് കാണിച്ച് തരാതെയാണ് എന്നെ കൊണ്ട് ഒപ്പിട്ട് എന്നെ മാത്രമല്ല ഇവിടെ ഈ വസ്തുവിലുള്ള 7 പേരെയും കൊണ്ട് ഇയാൾ ഒപ്പിട്ട് മേടിച്ചു കൊണ്ടുപോയത്. പക്ഷെ ഞങ്ങളുടെ 3 പേരുടെ പാസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇയാൾ മറ്റുള്ള ഫ്ലോട്ടിൽ നിന്നെല്ലാം കല്ലും മണ്ണും എല്ലാം കൊണ്ടുപോയത്. എനിക്ക് അനുവദിച്ചിട്ടുള്ള പ്ലാൻ, ആ പ്ലാനിലുള്ള അഡ്രസ്സ് എൻ്റെ അഡ്രസ്സല്ല, കള്ള അഡ്രസ്സ് കൊടുത്തിട്ടാണ് അയാൾ ഈ പ്ലാൻ വെച്ചിട്ട് ഈ കരാർ എടുത്തിരിക്കുന്നത്. എൻ്റെ കയ്യിൽ അതിൻ്റെ പ്രൂഫുണ്ട്. അതായത് എൻ്റെ അഡ്രസ്സ് വരുന്നത് കാട്ടുകുളത്തിൻ്റെ വീടെന്നാണ് പറയുന്നത്. ഇതിൽ അഡ്രസ്സ് തൈപ്പിലാവള വീടെന്നാണ് കൊടുത്തിരിക്കുന്നത്. ഈ തൈപ്പിലാവള വീടെന്ന് പറയുന്നത് എൻ്റെ അഡ്രസ്സല്ല. അങ്ങനെയുള്ളൊരു ആപ്ലിക്കേഷൻ എങ്ങനെ ഇവർ ഗവൺമെൻറ് അപ്രൂവൽ കൊടുത്തു എന്നും ഇയാൾക്ക് പാസ് അനുവദിച്ചു എന്നും എനിക്കറിയില്ല. അതിനെതിരെ ഞാൻ പള്ളിച്ചൽ പഞ്ചായത്തിൽ സജീഷ് എന്ന സാറിനോട് ഞാൻ റിപ്പോർട്ട് ചോദിച്ചപ്പോൾ എനിക്ക് ആ സാറ് തന്നിട്ടില്ല, നിങ്ങൾക്ക് തരേണ്ട ആവശ്യം എനിക്കില്ല എന്ന് പറഞ്ഞത് പ്രകാരം ഞാൻ വിവരാവകാശം കൊടുത്തിട്ടുണ്ട് റിപ്പോർട്ടിന് വേണ്ടിയിട്ട്. പക്ഷേ ഈ 10 ദിവസമായിട്ട് എനിക്ക് ആ വിവരാവകാശം ഇതുവരെ എൻ്റെ കയ്യിലോട്ട് വന്നിട്ടില്ല. ഇയാൾ പറയുന്നത് പൊളിയാണ്. ഇയാൾ ഇപ്പോഴും പറയുന്നത് ഇയാൾക്ക് ഇവിടുന്ന് നഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഒരു മണിക്കൂറിന് 2800 രൂപ കൊടുത്തിട്ടാണ് ഇയാൾ കല്ല് പൊട്ടിക്കുന്ന മിഷൻ ഇവിടുന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. 121 ലോഡ് മണ്ണെന്ന് ഇയാൾ രേഖാമൂലം പറയുന്നതാണ്. അതിൽ കൂടുതൽ മണ്ണും കല്ലും എല്ലാം ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട്. ഈ പാവങ്ങൾക്ക് അറിയില്ല എത്ര, കാരണം എൻ്റെ കൂടെ ഇവിടെ സംസാരിക്കാനുള്ള ഗംഗ ചേച്ചി വീട്ടു ജോലിക്കാണ് പോകുന്നത്. ആ ചേച്ചിക്ക് എല്ലാ സമയത്തും ഈ ഫ്ലോട്ടിൽ വന്ന് നോക്കാൻ പറ്റത്തില്ല. ഞാൻ ഉൾപ്പെടെ ചെറിയ ചെറിയ ജോലിക്ക് പോയി ജീവിക്കുന്നവരാണ്. അപ്പം ഞങ്ങൾക്ക് അറിയില്ല ഇയാൾ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് ഇവിടെ വന്ന് നോക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ വരുന്ന സമയത്ത് കാണുന്നത് ടിപ്പർ വർക്ക് ചെയ്യുന്നതും കല്ല് പൊട്ടിച്ചു കൊണ്ടുപോകും. ഞാൻ ഇന്ന് ഇവിടെ ആൾക്കാർ വന്ന്